ഹലോ ഗൈസ്, എസ് എൻ പെർഫ്യൂംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക കേട്ടോ, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി പറ്റും കേട്ടോ. വലിയ റിസ്ക് ഒന്നുമില്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട്. യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകാൻ ചെറിയൊരു റിസ്ക് ഉണ്ട്, അതൊക്കെ പിന്നീട് പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമുക്ക് ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സാധാരണ നമ്മളൊരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, യൂട്യൂബ് തുടങ്ങാം. ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ വെച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങുക. അതിനുശേഷം നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇടുക ഗൈസ്. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ലെങ്ത് വീഡിയോ ഇടാതെ ഷോർട്ട് വീഡിയോകൾ, ചെറിയ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ഷോർട്ടായിട്ട് ഇടുക. അതുവഴി നമുക്ക് കുറച്ച് വ്യൂസ് കിട്ടും, കുറച്ച് സബ്സ്ക്രൈബർ കിട്ടും കേട്ടോ. നമുക്ക് മിനിമം 1000 സബ്സ്ക്രൈബറാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതിനുശേഷം 4000 വാച്ച് അവർ, പിന്നെ അതുവെച്ചാൽ 90 ദിവസം കൊണ്ട് 10 മില്യൺ വ്യൂസ്. ഇതൊക്കെയാണ് ഷോർട്ടിലൊക്കെ വേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങി നമ്മൾ അതിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അത് തന്നെ നമ്മളെ ചാനൽ തന്നെ വീണ്ടും എടുത്ത് കാണുന്നു. അതുപോലെ നമ്മളെ ഫാമിലിയുടെ ഫോണിൽ നിന്ന് എടുത്ത് കാണുന്നു. വീണ്ടും ആ വീഡിയോ തന്നെ കാണുന്ന സമയത്ത് അത് വൈറലാവേണ്ട വീഡിയോ പിന്നെ വൈറലാവില്ല കേട്ടോ. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടാൽ നമ്മളെ വീഡിയോ തന്നെ നമ്മൾ തന്നെ വീണ്ടും യൂട്യൂബിൽ നിന്ന് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അത് യൂട്യൂബിന് നിരസിക്കാത്ത കാര്യമാണ്. അത് ചെയ്യരുത് കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തമ്പനയിൽ ചേഞ്ച് ചെയ്യുക. ചില ആൾക്കാർ നമ്മൾ ഇന്ന സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞിട്ട് തമ്പനയിലിടും, പിന്നെ അത് വീണ്ടും ഡിലീറ്റ് ആക്കി വീണ്ടും നമ്മൾ വേറെ തമ്പനയിൽ മാറ്റും. അങ്ങനെ ചെയ്യാതിരിക്കും കേട്ടോ. അതൊക്കെ യൂട്യൂബിനോട് ചെയ്യുന്ന തെറ്റാണ്. അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല കേട്ടോ. മൂന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഗൈസ്, മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട വീഡിയോ ഡിലീറ്റ് ചെയ്യുക. കാരണം ചില വീഡിയോസിന് നമുക്ക് നല്ല വ്യൂസ് ഉണ്ടാവും, ചിലതിന് ചിലപ്പോൾ 150, 200 ആയിരിക്കും വ്യൂസ്. അപ്പോൾ അത് മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞാൽ അത് ഡിലീറ്റ് ആക്കുന്നവരുണ്ട്. അതും നിങ്ങൾ ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നീട് ആ വീഡിയോ വൈറലാവും, ആ വീഡിയോന് വ്യൂസും കൂടും കേട്ടോ. അങ്ങനെ എനിക്കൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല കേട്ടോ. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആൾക്കാർ പല രീതിയിൽ കമൻറ്റ് ഇടും കേട്ടോ നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യുക, ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുക. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല കേട്ടോ. അവർ നെഗറ്റീവ് ഇട്ടാലും പോസിറ്റീവ് ഇട്ടാലും ആ ലാഭം യൂട്യൂബേഴ്സിന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാതിരിക്കുക. കാരണം എന്ന് പറയുന്നത്, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, മറ്റുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് അങ്ങനെ ചെയ്യിപ്പിക്കാൻ പാടില്ല കേട്ടോ. നമ്മളെ ചാനൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. നമ്മളെ ചാനൽ കണ്ട് യൂട്യൂബ് തന്നെ അതിന് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ യൂട്യൂബ് തന്നെ നമ്മളെ വളർത്തും കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ, ഇത്രയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എനിക്കറിയാവുന്നത് ഗൈസ്. അപ്പോൾ കൂടുതലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ചാനൽ ഇട്ടിട്ടുണ്ട്. ഏതായാലും എന്നെക്കൊണ്ട് ആവുന്നതൊക്കെയാണ് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എസ് എൻ പെർഫ്യൂം എന്ന് ഈ പറയുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇതുപോലെ ചെറിയ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ, ബൈ. ഹലോ ഗൈസ്, എസ് എൻ പെർഫ്യൂംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക കേട്ടോ, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി പറ്റും കേട്ടോ. വലിയ റിസ്ക് ഒന്നുമില്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട്. യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകാൻ ചെറിയൊരു റിസ്ക് ഉണ്ട്, അതൊക്കെ പിന്നീട് പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമുക്ക് ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സാധാരണ നമ്മളൊരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, യൂട്യൂബ് തുടങ്ങാം. ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ വെച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങുക. അതിനുശേഷം നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇടുക ഗൈസ്. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ലെങ്ത് വീഡിയോ ഇടാതെ ഷോർട്ട് വീഡിയോകൾ, ചെറിയ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ഷോർട്ടായിട്ട് ഇടുക. അതുവഴി നമുക്ക് കുറച്ച് വ്യൂസ് കിട്ടും, കുറച്ച് സബ്സ്ക്രൈബർ കിട്ടും കേട്ടോ. നമുക്ക് മിനിമം 1000 സബ്സ്ക്രൈബറാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതിനുശേഷം 4000 വാച്ച് അവർ, പിന്നെ അതുവെച്ചാൽ 90 ദിവസം കൊണ്ട് 10 മില്യൺ വ്യൂസ്. ഇതൊക്കെയാണ് ഷോർട്ടിലൊക്കെ വേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങി നമ്മൾ അതിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അത് തന്നെ നമ്മളെ ചാനൽ തന്നെ വീണ്ടും എടുത്ത് കാണുന്നു. അതുപോലെ നമ്മളെ ഫാമിലിയുടെ ഫോണിൽ നിന്ന് എടുത്ത് കാണുന്നു. വീണ്ടും ആ വീഡിയോ തന്നെ കാണുന്ന സമയത്ത് അത് വൈറലാവേണ്ട വീഡിയോ പിന്നെ വൈറലാവില്ല കേട്ടോ. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടാൽ നമ്മളെ വീഡിയോ തന്നെ നമ്മൾ തന്നെ വീണ്ടും യൂട്യൂബിൽ നിന്ന് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അത് യൂട്യൂബിന് നിരസിക്കാത്ത കാര്യമാണ് കേട്ടോ. അത് ചെയ്യരുത് കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തമ്പനയിൽ ചേഞ്ച് ചെയ്യുക. ചില ആൾക്കാർ നമ്മൾ ഇന്ന സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞിട്ട് തമ്പനയിലിടും, പിന്നെ അത് വീണ്ടും ഡിലീറ്റ് ആക്കി വീണ്ടും നമ്മൾ വേറെ തമ്പനയിൽ മാറ്റും. അങ്ങനെ ചെയ്യാതിരിക്കും കേട്ടോ. അതൊക്കെ യൂട്യൂബിനോട് ചെയ്യുന്ന
തെറ്റാണ്. അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല കേട്ടോ. മൂന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഗൈസ്, മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട വീഡിയോ ഡിലീറ്റ് ചെയ്യുക. കാരണം ചില വീഡിയോസിന് നമുക്ക് നല്ല വ്യൂസ് ഉണ്ടാവും, ചിലതിന് ചിലപ്പോൾ 150, 200 ആയിരിക്കും വ്യൂസ്. അപ്പോൾ അത് മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞാൽ അത് ഡിലീറ്റ് ആക്കുന്നവരുണ്ട്. അതും നിങ്ങൾ ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നീട് ആ വീഡിയോ വൈറലാവും, ആ വീഡിയോന് വ്യൂസും കൂടും കേട്ടോ. അങ്ങനെ എനിക്കൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല കേട്ടോ. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ പല രീതിയിൽ കമൻറ്റ് ഇടും കേട്ടോ നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യുക, ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുക. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല കേട്ടോ. അവർ നെഗറ്റീവ് ഇട്ടാലും പോസിറ്റീവ് ഇട്ടാലും ആ ലാഭം യൂട്യൂബേഴ്സിന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാതിരിക്കുക. കാരണം എന്ന് പറയുന്നത്, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, മറ്റുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് അങ്ങനെ ചെയ്യിപ്പിക്കാൻ പാടില്ല കേട്ടോ. നമ്മളെ ചാനൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. നമ്മളെ ചാനൽ കണ്ട് യൂട്യൂബ് തന്നെ അതിന് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ യൂട്യൂബ് തന്നെ നമ്മളെ വളർത്തും കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല നല്ല കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എനിക്കറിയാവുന്നത് ഗൈസ്. അപ്പോൾ കൂടുതലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ചാനൽ ഇട്ടിട്ടുണ്ട്. ഏതായാലും എന്നെക്കൊണ്ട് ആവുന്നതൊക്കെയാണ് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ SN പെർഫ്യൂം എന്ന് ഈ പറയുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇതുപോലെ ചെറിയ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ, ബൈ.